2000 രൂപ വില വരുന്ന ഷൂ, ആ ഷൂ 1 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നങ്ങട്ട് കേട്ടപ്പോൾ കുറേ ആളുകൾ, പ്രത്യേകിച്ച് പയ്യന്മാർ അങ്ങ് ഓടിച്ചെന്ന് നിൽക്കുകയാണ് നമ്മുടെ കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോട്ടിലെ ഒരു ഷോപ്പിൽ. അപ്പം 1 രൂപയ്ക്ക് ഒരു ഷൂ എന്നാണ് പരസ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വരുന്ന 100 ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നത്. 5 മണി മുതൽ, രാവിലെ 5 മണി മുതൽ അതിൻ്റെ ടോക്കൺ വിതരണം ആരംഭിക്കും എന്നങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ചില വ്ളോഗർമാർ പറഞ്ഞു. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ബസ്സിലും ട്രെയിനിലും കാറിലും, ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും, ഫ്ലൈറ്റിൽ ആരും വന്നിട്ടുണ്ടാവില്ല, പക്ഷേ ബൈക്കിലും സൈക്കിളിലും നടന്നിട്ട് വരെ ആളുകൾ വന്നിട്ടുണ്ട് ഈ 1 രൂപയുടെ ഷൂ വാങ്ങിക്കാൻ. പക്ഷേ ഷൂ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ 1 രൂപയുടെ നോട്ടുമായിട്ട് വന്ന പലർക്കും തല്ല് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പോലീസുകാരുടെ കയ്യിൽ നിന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു തല്ല് കിട്ടിയാൽ പോരാ, ഒന്നിൽ കൂടുതൽ തല്ല് കിട്ടേണ്ടിയിരുന്നു എല്ലാവർക്കും. കാരണം നമ്മൾ മലയാളികൾക്ക് ഒരു തകരാറുണ്ട്. വെറുതെ എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പാഞ്ഞങ്ങോട്ട് ചെന്നോളും. അല്ലെങ്കിൽ പറ്റ വില കുറച്ച് അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഓടിച്ചെന്നങ്ങ് ചെല്ലും. ഷോപ്പ് തുറപ്പിക്കരുതെന്നാണ് ആവശ്യം. എന്താണ് അങ്ങനെ പറയാനുള്ള കാര്യം? നമ്മൾ 4 മണിക്കൂടെ വന്നിട്ട് എന്നിട്ട് ഒന്നും ചെയ്ത് തന്നിട്ടില്ല. മുന്നിലിരിക്കും നമ്മൾ, എന്നിട്ട് ഓരോ ടോക്കൺ കൊടുത്തില്ല. ഓരോ ഫ്രണ്ട്സായി മാത്രം ടോക്കൺ കൊടുത്തു. 1 രൂപ നോട്ട് എത്ര ഉണ്ട് കയ്യിൽ? ഇവിടെ തുറന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഒരു മനുഷ്യല്ല. ഇത് ഫേമസ് ആവാൻ വേണ്ടി ഇത് കൊടുക്കാനുള്ളതല്ല. ഇത് ഷോപ്പൊന്ന് ഫേമസ് ആവാൻ വേണ്ടി മാത്രം ചെയ്യുന്നു. ഇതിവിടെ കോഴിക്കോട് ചരിത്രത്തിൽ ഇങ്ങനെ കൊടുത്ത ചരിത്രമില്ല. ഇത്രയും മക്കളെ വരുത്തണം എന്തിനാണിത്? എത്ര ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടത്? ഇത് കൂടുതലല്ല, കൂടുതലും ചെറിയ കുട്ടികളാ കൂടുതലേ. ഇപ്പൊ എത്ര എണ്ണത്തിന് അടിയിട്ട്? ഈ ഷോപ്പ് ഉടമകൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷോപ്പ് അടയ്ക്കാനും ഉത്തരവ് വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള വ്യത്യസ്ത വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ നഷ്ടം സംഭവിച്ചത് വ്ളോഗർമാരുടെ വ്ളോഗിംഗ് രീതികൾ കേട്ട് ഇവിടേക്ക് ഓടി വന്ന നമ്മുടെ കുറേ പയ്യന്മാരും യുവാക്കളും. മറ്റൊന്ന് ഈ ഷോപ്പിൻ്റെ ഓണേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും. ഈ 2 കൂട്ടർക്കും വലിയ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചത്. പണം നഷ്ടം, സമയം നഷ്ടം. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് 2000 രൂപയുടെ ഷൂ 1 രൂപയ്ക്ക് കൊണ്ടുപോകാം എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന നമ്മുടെ പയ്യന്മാരൊക്കെ ഇതിനകത്തുണ്ട്. ഇതിൽ ലാഭം ഉണ്ടാക്കിയത് ഇത് വ്ളോഗ് ചെയ്ത, ഈ പരസ്യം സോഷ്യൽ മീഡിയയിൽ കൂടെ വിളിച്ചു പറഞ്ഞ ചില വ്ളോഗർമാരാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് എന്തായാലും പണം വന്നിട്ടുണ്ടാവും. ഓരോ ബിസിനസ്സിനും ഓരോ പ്രോഡക്റ്റിനും ഒരു മൂല്യം നമുക്ക് വിപണിയിൽ ഉണ്ട്. അപ്പോൾ അതിന് വില കുറച്ച്, അല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നത് പോലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പരസ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഓടിപ്പോകുന്ന ഇന്നത്തെ ജനറേഷൻ, അവർക്കത് മനസ്സിലായിട്ടില്ല. ഇതിൽ പിന്നിൽ വേറെ എന്തെങ്കിലോ കളികൾ ഉണ്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല.